അമേരിക്കയുടെ മൂന്നാമത്തെ വിമാനവാഹിനി കപ്പൽ USS ജോർജ് ബുഷ് ഗൾഫിലേക്ക്. വിർജീനിയയിൽ നിന്ന് പുറപ്പെട്ട കപ്പൽ ഉടൻ ഇറാൻ തീരത്ത് നങ്കൂരമിടുമെന്ന് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എബ്രഹാം ലിങ്കൺ, ജെറാൾഡ് ആർ ഫോർഡ് വിമാനവാഹിനി കപ്പലുകൾക്ക് നേരെ ഇറാൻ സേന ആക്രമണം നടത്തിയിരുന്നു. MCA നാസർ വിവരങ്ങളുമായി ചേരുകയാണ്. MCA, ഇതിപ്പോൾ നേരത്തെ അവിടെ വന്നിരിക്കുന്ന 2 വിമാനവാഹിനി കപ്പൽ, അതിൽ എബ്രഹാം ലിങ്കണ് നേരെ ആക്രമണം ഉണ്ടായോ എന്ന കാര്യത്തിൽ അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ ജെറാൾഡ് ആർ ഫോർഡിന് നേരെ ആക്രമണം ഉണ്ടായി എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി അങ്ങോട്ടേക്ക് വരുന്നത്, USS ജോർജ് ബുഷ്. അത് അധികം വൈകാതെ ഇറാൻ തീരത്ത് നങ്കൂരമിടും എന്നും കേൾക്കുന്നു. അപ്പോൾ ഇറാൻ സേന USS ജോർജ് ബുഷിനെ നേരിടാൻ സജ്ജമാണോ, സജ്ജമായിരിക്കുകയാണോ? അതിനപ്പുറത്തേക്ക് ഇത് നൽകുന്ന ഒരു സൂചനകൾ എന്താണ്? ഒരു വശത്ത് സമാധാന ചർച്ചകൾ എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് സമാധാനമല്ല, യുദ്ധത്തിലൂടെ കാര്യങ്ങൾ നേരിടാം എന്നുള്ള അമേരിക്കയുടെ തന്ത്രം, അതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടത്. തീർച്ചയായിട്ടും ഒരു ഭാഗത്ത് നയതന്ത്ര ചർച്ചകൾ വളരെ മുന്നോട്ട് പോകുന്നതായും ഇറാന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായിട്ടുള്ള സിഗ്നലുകൾ ലഭിച്ചതായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുതൽ അമേരിക്കൻ നേതൃത്വം ഒരുമിച്ച് തന്നെ വ്യക്തമാക്കുന്ന അതേ സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ യുദ്ധവിന്യാസം കുറെ കൂടി ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനമുണ്ടാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ജോർജ് ബുഷ് എന്ന പുതിയ വിമാനവാഹിനി കപ്പൽ കൂടി വളരെ അടുത്ത ദിവസം തന്നെ ഇറാൻ തീരത്ത് നങ്കൂരമിടുമെന്ന റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ നൽകുന്നത്. നേരത്തെ മഹേഷ് സൂചിപ്പിച്ചതുപോലെ ജെറാൾഡ് ആർ ഫോർഡിന് നേരെ ആക്രമണം നടന്നത് അമേരിക്ക, അതായത് പെന്റഗൺ സ്ഥിരീകരിച്ചിരുന്നു. വലിയ തോതിലുള്ള തകരാറുകൾ കപ്പലിന് സംഭവിച്ചതായിട്ടും പെന്റഗൺ തന്നെ റിപ്പോർട്ട് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ എബ്രഹാം ലിങ്കൺ എന്തുകൊണ്ടാണ് ഈ മേഖലയിൽ നിന്ന് മാറിയത് എന്ന കാര്യത്തിൽ ഇപ്പോൾ പോലും ഒരു സ്ഥിരീകരണം നൽകാൻ അമേരിക്കൻ നേതൃത്വം, US സെൻട്രൽ കമാൻഡ് തയ്യാറായിട്ടില്ല. തങ്ങൾ ഈ എബ്രഹാം ലിങ്കൺ പടക്കപ്പലിന് നേരെയും ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ സൈന്യം നേരത്തെ തന്നെ അവകാശവാദം ഉന്നയിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് പുതുതായി ഒരു 10,000 സൈനികരെ കൂടി രംഗത്തിറക്കാനുള്ള ഒരു നീക്കവുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് നയതന്ത്ര നീക്കമാണോ അമേരിക്ക ലക്ഷ്യമിടുന്നത്, അതോടുകൂടി ഒരു യുദ്ധവിരാമത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നൊരു പ്രതീക്ഷ ലോകത്തിന് പൊതുവെ ഉണ്ടായിരുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈമിൽ തന്നെയാണ് ഇപ്പം കൂടുതൽ യുദ്ധസന്നാഹങ്ങളിലേക്ക് അമേരിക്ക തിരക്കിട്ട് നീങ്ങുന്നതും. അതിന് പുറമെയാണ് ഇപ്പം അമേരിക്ക സൗദി അറേബ്യയിലെ വ്യോമകേന്ദ്രത്തിന് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണത്തിൽ 15 അമേരിക്കൻ സൈനികർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ 15 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതിൽ 5 സൈനികരുടെ നില അതീവ ഗുരുതരമാണെന്ന് കൂടി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഏതാണ്ട് ഇപ്പം 300-ലധികം അമേരിക്കൻ സൈനികർക്കാണ് ഈ ഒരു മാസം നീണ്ടുനിന്ന സംഘർഷത്തിലൂടെ പരിക്കേൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഏതാണ്ട് 13-ലധികം സൈനികർ കൊല്ലപ്പെട്ടതായി അമേരിക്ക ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇന്നുണ്ടായ ഒരു പുതിയ സംഭവവികാസം എന്നത് ഇതുവരെ യുദ്ധത്തിൽ നിന്ന് മാറി നിന്ന യമനിലെ ഹൂത്തികൾ കൂടി ഈ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് മാറുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതിന്റെ ആദ്യ ഭാഗം എന്ന നിലയ്ക്ക് അവർ ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തെല്ലവീവിന് നേരെ നടത്തി. ആ മിസൈൽ തങ്ങൾ പ്രതിരോധിച്ചതായിട്ട് ഇസ്രായേൽ സൈനിക നേതൃത്വം വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള തിരിച്ചടി ഒട്ടും വൈകാതെ തന്നെ യമനിലെ ഹൂത്തികൾക്ക് നൽകുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഇസ്രായേൽ സേനയുടെ ഭാഗത്തു നിന്ന് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ യുദ്ധം കുറെ കൂടി വ്യാപ്തിയിലേക്ക് നീങ്ങാനുള്ള ഒരു വലിയ സാധ്യത കൂടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം യമനിലെ ഹൂത്തികൾ എന്നത് ഇപ്പോൾ ബാബുൽ മന്ദബ് പോലുള്ള മറ്റൊരു കപ്പൽപാത കൂടി അവിടേക്ക് കൂടി സംഘർഷം വ്യാപിക്കുന്നത് നിലവിലുള്ള ഈ ചരക്ക് കടത്തുകളെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് ലോക സമ്പദ്ഘടനയ്ക്ക് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് സാമ്പത്തിക വിദഗ്ധർ നൽകിക്കൊണ്ടിരിക്കുന്നത്. മഹേഷ്. ഓക്കെ.